അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്ന വസ്തുത പ്രത്യേകിച്ച് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്നാൽ ഈ നമസ്കാരങ്ങൾ വഴി നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ ഒരു സ്വഫിൽ ഒട്ടേറെ ആളുകൾ നമസ്കരിക്കുന്നുണ്ടാകും. ഈ വ്യക്തികൾക്കെല്ലാം ലഭിക്കുന്നത് ഒരേ പുണ്യമായിരിക്കണം, ഒരേ പ്രതിഫലം ആയിരിക്കണം എന്നില്ല. അവരുടെ മനസ്സാന്നിധ്യത്തിനനുസരിച്ച്, അവരുടെ ഖുശൂഇനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ചില ആളുകൾക്ക് 10ൽ 1 ലഭിക്കുമ്പോൾ ചില ആളുകൾക്ക് 10ൽ 2, 10ൽ 3, അങ്ങനെ ആ രൂപത്തിൽ പ്രതിഫലത്തിൽ നമ്മുടെ മനസ്സാന്നിധ്യ ഖുശൂഇനനുസരിച്ച്, നമസ്കാരത്തിലുള്ള നമ്മുടെ ശ്രദ്ധയ്ക്കനുസരിച്ച് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ വ്യത്യാസം വരും. ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയം, ഒരു വിഭാഗം ആളുകളെക്കുറിച്ച്, അവർ നമസ്കാരത്തിൽ മോഷ്ടിക്കുന്നവരാണെന്നാണ്. ആരാണ് നമസ്കാരത്തിൽ മോഷ്ടിക്കുന്നവർ എന്ന് ചോദിച്ചപ്പോൾ അതിന് ലഭിച്ച ഉത്തരം റുക്കൂഉം സുജൂദും ശരിയായ രൂപത്തിൽ നിർവഹിക്കാത്തവരാണ് നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകൾ എന്നാണ്. നമസ്കാരത്തിലെ സാരിഖായ ആളുകൾ, നമസ്കാരത്തിലെ മോഷ്ടാക്കളായ ആളുകൾ റുക്കൂഉം സുജൂദും കൃത്യമായി നിർവഹിക്കാത്തവരാണെന്നാണ്. നമുക്കറിയാം, നമസ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തന്നെ വർക്കഉ മഅർ റാക്കിഈൻ എന്ന് ഹദീസ് ഖുർആനിൽ നിന്നും കാണാൻ കഴിയും. വസ്ജുദു മഅസ് സാജിദീൻ എന്നൊക്കെ നമസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് റുക്കൂഉം സുജൂദും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ റുക്കൂഉമായി ബന്ധപ്പെട്ട്, നമസ്കാരത്തിൽ റുക്കൂഉമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പരിഗണിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ റുക്കൂഉ നിർവഹിക്കുമ്പോൾ നമ്മുടെ എത്രത്തോളം നമ്മൾ കുനിയേണ്ടതുണ്ട്. ഇദാ സുബ്ബ അലൈഹിൽ മാ അലസ്തഖറ, നമ്മുടെ പുറത്ത് അല്പം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകാത്ത രൂപത്തിൽ, പുറത്തേക്ക് ഒഴുകി പോവാത്ത രൂപത്തിൽ നമ്മൾ നേരെ നിൽക്കേണ്ടതാണ്. നേരെ നമ്മുടെ പുറംഭാഗം ആ രൂപത്തിൽ നമ്മൾ നേരെ വരുന്ന രൂപത്തിൽ, ഏകദേശം ഒരു 90 ഡിഗ്രി എന്ന് നമ്മൾ പറയുന്ന ആ രൂപത്തിലേക്ക് നമ്മൾ കുനിയുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. അതുപോലെ നമുക്കറിയാം, റുക്കൂഇൽ നമ്മുടെ കൈവിരലുകൾ, നമ്മുടെ കൈപ്പത്തികൾ കൊണ്ട് കാൽമുട്ടുകൾ നമ്മൾ പിടിക്കേണ്ടതുണ്ട്. കൈവിരലുകൾ വിടർത്തി നമ്മുടെ കാൽമുട്ടുകൾ നമ്മൾ പൊത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതേപോലെ കൈമുട്ടുകൾ നമ്മുടെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി വെക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ റുക്കൂഇൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നമ്മുടെ തലഭാഗം അത് താഴ്ന്നു പോകാതെ എന്നാൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കാതെ, നമ്മുടെ നോട്ടം അത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആകുന്ന രൂപത്തിൽ നമ്മുടെ തല നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ റുക്കൂഇൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ രൂപത്തിൽ നമ്മൾ റുക്കൂഇലേക്ക് പോവുകയും എന്നിട്ട് റുക്കൂഇൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ അത് കൃത്യമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മളത് ഉരുവിടുമ്പോഴാണ് നമ്മുടെ റുക്കൂഅ് നമ്മൾ ശരിയായ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും, 60ഉം 70ഉം കൊല്ലം നമസ്കരിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ നമസ്കാരം ശരിയായിട്ടുണ്ടാവില്ല. അവരുടെ നമസ്കാരം അപൂർണമായിരിക്കും. കാരണം അവർ റുക്കൂഅ് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണെന്ന അർത്ഥത്തിലുള്ള ആശയത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ റുക്കൂഅ് അതൊരിക്കലും അത് അപൂർണമാവാൻ പാടില്ല, അത് വൈകല്യങ്ങൾ നിറഞ്ഞതാവാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായും നമസ്കാരത്തിൽ മോഷ്ടിക്കുന്നവർ എന്ന് ഹദീസുകളിൽ വിശേഷിപ്പിക്കപ്പെട്ട വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടും. അത് ഉൾപ്പെടാതിരിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.